എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് നിഫ്റ്റി 0.5%, ബാങ്ക് നിഫ്റ്റിയും ഏകദേശം 0.5%, രണ്ടും ഡൗണിലായിരുന്നു ക്ലോസിങ്. ഓപ്പണിങ് അതിലും നല്ല രീതിയിൽ ഡൗണിലായിരുന്നു. 100 പോയിൻറ്റിന് താഴെയായിരുന്നു നിഫ്റ്റി ഓപ്പണിങ് വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അവിടുന്ന് വീണ്ടും ഒരു പുതിയ ലോ അടിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ചെറുതായിട്ടൊരു കവറിങ് കിട്ടിയത്. ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്, അതിനുശേഷം കവറിങ് വന്നു. ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ വേണമെങ്കിൽ ചെറുതായിട്ട് 20 MA വെച്ചിട്ടൊരു എൻട്രി ഇവിടെ എടുക്കാമായിരുന്നു തോന്നുന്നു. ഇവിടെ എടുക്കാം, കണ്ടില്ല, അതിന് മുകളിൽ ജസ്റ്റ് ട്രേഡായി. അതിനുശേഷം ഈ ലോ അടിച്ച സമയത്ത് എൻട്രി എടുത്തായിരുന്നെങ്കിൽ 20 MA വെച്ചിട്ട് ഒരു നല്ല ചാൻസ് ഇവിടെ ഉണ്ട്. 47,528 എന്ന് 100-150 പോയിൻറ്റ് 140 പോയിൻറ്റിനടുത്ത് കിട്ടുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നല്ല ലാസ്റ്റ് ടൈമിൽ നല്ല ബൈയിങ് വന്നിട്ടുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി അടുത്ത ദിവസം ഇപ്പം നാളെ അവധിയായതുകൊണ്ട് അറിയാൻ പറ്റും നാളെ വേൾഡ് മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും എന്നറിയത്തില്ല. ഇന്ന് പക്ഷേങ്കിൽ വേൾഡ് മാർക്കറ്റ് ഡൗണിലാണ്, യൂറോപ്യൻ മാർക്കറ്റും ഒക്കെ. ഡോ ജോൺസ് ഇച്ചിരി പ്ലസ് ഉണ്ട്, നാസ്ഡക്ക് ഫ്ലാറ്റായിട്ട് നിൽക്കുന്നു, ബാക്കിയെല്ലാം കുറച്ച് നല്ല രീതിയിൽ ഡൗണിലാണ്. അപ്പോൾ നാളത്തെ വേൾഡ് മാർക്കറ്റൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ നിഫ്റ്റിയുടെ അടുത്ത ദിവസത്തെ പ്രകടനങ്ങളൊക്കെ. വെളിയിലത്തെ പ്രോബ്ലങ്ങളും ഇറാൻ ഇസ്രായേൽ പ്രോബ്ലംസൊക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിനെ നല്ല രീതിയിൽ. നമ്മുടെ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞിട്ട് പുതിയ ലോയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വ്യാഴാഴ്ചത്തേന് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്ന ഷെയറുകൾ നോക്കാം. അതിലേറ്റവും നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള കുറച്ച് ഷെയറുകൾ നോക്കാം. നമ്മൾ എടുത്തേക്കുന്ന 16 ഷെയറുകളാണ്. 16 ഷെയറിൽ ഈ സെൻകോ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ തന്നെ ഒരു 1020-30 റേഞ്ചിലൊക്കെ പോയിട്ട് ഈ ഇന്നത്തെ ആവറേജ് ട്രേഡ് പ്രൈസാണിത്. ഇതിന് താഴോട്ട് ഇടാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നല്ല രീതിയിലൊരു താഴോട്ടൊരു പോക്ക് പോവായിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ വാബാഗ് എന്ന് പറയുന്ന ഈ ഷെയർ, വാബാഗും 15% അപ്പാണ്. എൻ്റെ ഒരു കാൽക്കുലേഷന് അടുത്ത ദിവസം ഇത് നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉള്ളൊരു ഷെയറാണ്. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ R1 റേഞ്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നോക്കുക, R1 റേഞ്ച് കിട്ടിയാൽ ഏറ്റവും നല്ലത് ഓപ്പണിങ്ങിൽ. അതല്ല 950 റേഞ്ചിലൊക്കെ പോയിട്ട് ഈ 944 കട്ട് ചെയ്ത് വരുവാണെങ്കിൽ അധികം വെയിറ്റ് ചെയ്യരുത്, എൻട്രി എടുത്ത് ഒരു നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ തിരിച്ച് ഒരു പ്രാവശ്യം 1000-ന് മുകളിൽ ട്രേഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ നാളെ ആയിരിക്കാം, അത് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞായിരിക്കാം. എന്തായാലും അത് ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ എക്സൈഡ് ഇൻഡസ്ട്രീസ് നോക്കുക. എക്സൈഡ് ഇൻഡസ്ട്രീസ് ഇതിൻ്റെ ആക്ച്വൽ ക്ലോസിംഗ് പ്രൈസ് ഇതാണ്, പക്ഷേങ്കിൽ ലാസ്റ്റ് ആവറേജാണ് ഈ ക്ലോസിംഗ് പ്രൈസായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം ഓപ്പണിംഗ് ചെയ്യുമ്പോഴേ ഇതിന് മുകളിലോട്ടായിരിക്കും ട്രേഡ് പോകുന്നത്. അതിന് മുകളിൽ പോയാൽ ഈ R1 ഒക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അതിനകത്ത് ശ്രദ്ധിക്കുക. അതുപോലെ SOTL എന്ന് പറഞ്ഞ ഈ ഷെയർ 500 ഈ R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുമ്പോൾ ചാൻസ് എടുക്കുക. അതല്ല എങ്കിൽ R1 വരുന്നില്ല എങ്കിൽ ഹൈയുടെ മുകളിൽ പോയിട്ട് വരുവാണെങ്കിൽ എൻട്രി എടുക്കാൻ കുഴപ്പമില്ല. അതിനുശേഷം ഈ സാങ്വി മൂവേഴ്സ് എന്ന് പറയുന്ന ഷെയർ, അത് നല്ല മൂവ്മെൻ്റാണ് നടത്തിയേക്കുന്നത്. അപ്പോൾ ഇതിനകത്തും ഈ ഹൈയോ R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ വരുന്ന കണ്ട ചാൻസ് എടുക്കുക. ഹിന്ദുവിൽ എക്സ്പ്ലോറേഷൻ ചിലപ്പോൾ എനിക്ക് തോന്നി ഈ ആവറേജ് ചെറിയ അടുത്ത് തന്നെയാണ്, 1% അടുത്തേ ഉള്ളൂ. പക്ഷേങ്കിൽ ആ ആവറേജ് ഒന്ന് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. അത് ഇന്ന് വലിയ മൂവ്മെൻറ്റ് കാണിച്ചില്ല ഷെയർ. അതുപോലെ സരിഗമ എന്ന് പറയുന്ന ഈ ഷെയർ, സരിഗമ ശ്രദ്ധിക്കുക. അതിൽ 420 ഓപ്പണിങ്ങിലൊക്കെ 425 400 ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചെറിയ രീതിയിൽ എടുക്കുക. എന്ന് പറഞ്ഞാൽ അധികം 3% ഒക്കെയാണ്. പക്ഷേ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനകത്ത് മൂവ്മെൻറ്റ് വന്ന ഷെയർ. അപ്പോൾ
ചിലപ്പോൾ ഒരു ഹെവി മൂവ്മെൻ്റൊക്കെ കണ്ടാൽ പെട്ടെന്ന് എൻട്രി ചെയ്ത് പെട്ടെന്ന് പ്രോഫിറ്റ് എടുത്ത് മാറും. അതല്ല എങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് എടുക്കുക. വെച്ചുകൊണ്ടിരിക്കേണ്ടവർക്ക് വെച്ചുകൊണ്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തിത്താഗ്ര എന്ന് പറയുന്ന ഈ ഷെയർ ഈ R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കൂടുതലും ശ്രദ്ധിക്കേണ്ട ഈ സെൻകോ, പിന്നെ എക്സൈഡ് ഇൻഡസ്ട്രീസ്, വാബാഗ്, തിത്താഗ്ര, ഇത്രയും ഷെയറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനകത്ത് ഞാൻ പറഞ്ഞ റേഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങാൻ ചാൻസ് കൂടുതലായിരിക്കും. ബാക്കിയുള്ള ഷെയറുകൾ നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നിട്ടോ അതെല്ലാം R1 R2 ഏത് റേഞ്ചിൽ നിന്നാണോ ഫസ്റ്റ് കയറിയിട്ട് തിരിച്ചിറങ്ങുന്നത് ആ റേഞ്ചിൽ നമുക്ക് ചാൻസ് എടുക്കാം. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ എല്ലാവർക്കും അറിയാമല്ലോ. ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് വരുന്നു. അതിൻ്റെ കൂടെ ഇലക്ഷന്. അപ്പോൾ മാർക്കറ്റിലൊരു സ്ഥിരതയില്ല. ഹെവി മൂവ്മെൻ്റ് എപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുമ്പം എപ്പോഴും സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് എടുക്കുക. സ്റ്റോപ്പ് ലോസ് ഇടാതെ ട്രേഡ് എടുക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് പ്രോബ്ലം വരുന്നത്. സ്റ്റോപ്പ് ലോസ് ഇട്ട് പോയെങ്കിൽ പോട്ടെ, അടുത്ത പ്രാവശ്യം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഷെയർ എടുത്തിരുന്നതിൽ ഇന്ന് നമുക്ക് ചാൻസ് തന്ന് നമ്മളെത്ര ഷെയർ ആയിരുന്നു എടുത്തിരുന്നേ? കഴിഞ്ഞ ദിവസം 16 ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നതിൽ നമുക്ക് 8 ഷെയറോളം നല്ല രീതിയിൽ ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു 4-5 ഷെയർ നമുക്ക് നോക്കാം. സെൻകോ എന്ന് പറയുന്ന ഷെയർ, സെൻകോയിലാണ് ഏറ്റവും നല്ല രീതി ഞാൻ ഇന്ന് ട്രേഡ് എടുത്തത്. സെൻകോ ഓപ്പണിങ്ങിൽ ഹെവി മൂവ്മെൻറ്റ്. ഫസ്റ്റ് ക്യാൻഡലിൻ്റെ പ്രീവിയസ് ഡേ ഹൈ R1 കയറിപ്പോൾ അതിനുശേഷം R2 നേരെ കയറിപ്പോൾ R2ൻ്റെ അവിടെ നിന്ന് ചാൻസ് തന്നു. ഇവിടെ നിന്ന് 1046 റേഞ്ചിന് ചാൻസ് തന്നു. നമ്മൾ ഹൈ 1065 മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുന്നു. നമുക്കത് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ അത് 985 റേഞ്ചിലോട്ട് വന്നു. 46 985. അതിനുശേഷം വീണ്ടും തിരിച്ച് 1046 റേഞ്ച് വന്നു. 43 44 56 വന്നു. പക്ഷേ ഇവിടെ കറക്റ്റ് അപ്ഡേഷൻ ഇല്ലാന്ന് തോന്നുന്നു. വീണ്ടും നല്ല രീതിയിൽ 2 പ്രാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഇത് ആവറേജിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് വീണ്ടും എൻട്രി എടുക്കാം. ഫസ്റ്റ് എൻട്രി ഇവിടെ തന്നെ നമുക്ക് ഏകദേശം 55-60 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് വീണ്ടും എടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നല്ല രീതിയിൽ ചാൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ 20 EMA വെച്ചാണെങ്കിലും നമുക്കതിൻ്റെ ഇവിടെ ചാൻസ് കാണിക്കുന്നുണ്ട്. താഴെ ക്ലോസ് ചെയ്തു, അടുത്ത ക്യാൻഡിൽ കട്ട് ചെയ്തു. നമ്മളിവിടെ 1014 എടുത്താൽ തന്നെ നമുക്ക് 976 വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ 20 EMA വെച്ച് നമുക്ക് നല്ല ചാൻസ് വരുന്നുണ്ട്. പിന്നെ 20 EMA വെച്ച് നമ്മൾ ഈ പറയാത്ത 8 ഷെയർ കൂടാതെ ബാക്കി 4-5 ഷെയറിനകത്തൊക്കെ നല്ല ചാൻസ് വരുന്നുണ്ടായിരുന്നു. ആഷ്യാന എന്ന് പറയുന്ന ഷെയർ, പിന്നെ ലിഖിത എന്ന് പറയുന്ന ഷെയർ, അതൊക്കെ കാണിച്ച ലിഖിത അതൊന്നും CPR അല്ല നമ്മുടെ 20 EMA വെച്ച് നല്ല ചാൻസ് ഉണ്ടായിരുന്നു അതിനകത്ത്. എൻ്റെ ഇവിടുന്ന് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ലിഖിത ഇവിടെ 285, നമുക്ക് 282 ഒക്കെ കിട്ടുന്നുണ്ട്. അതിനുശേഷം എൻ്റെ ഇവിടെ കട്ട് ചെയ്ത് 282 എടുത്താൽ 277 ഒക്കെ നല്ല രീതിയിൽ ചാൻസ് കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ എൻട്രി എടുത്തിട്ട് ഇവിടെ ആണെങ്കിലും ചാൻസ് ഉണ്ട്. പക്ഷേങ്കിൽ അത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് അറിയത്തുള്ളൂ. ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് പോലെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ 20 EMA ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം. അല്ലാതെ നമ്മളൊരു കൺഫേം ട്രെൻഡ് വേണ്ടി വെയിറ്റിരിക്കണം. അത് കട്ട് ചെയ്ത് ഞാൻ പറയുന്ന രീതി വരുമ്പോൾ മാത്രം എൻട്രി എടുക്കുക. അങ്ങനെ ചാൻസ് കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്ക് CSB ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക്, അത് വേറെ ഷെയറൊക്കെ ശ്രദ്ധിച്ചോണ്ട് ഞങ്ങൾക്കത് എൻട്രി കിട്ടിയില്ല. പക്ഷേ ഓപ്പണിങ് നല്ല രീതിയിൽ മുകളിൽ കയറിപ്പോയി. ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ എൻട്രി എടുത്താൽ 416 എൻട്രി എടുത്താൽ നോക്കിയേ 408 406 റേഞ്ച് കിട്ടുന്നുണ്ട്. 410-11 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ടൈം വീണ്ടും വന്ന് ആ റേഞ്ച് വന്നു, വീണ്ടും തിരിച്ചിറങ്ങി 16 വീണ്ടും എൻട്രി എടുത്താൽ നമുക്ക് ഒരു 6 രൂപ കിട്ടുന്നുണ്ട്. അതിനുശേഷം മൈൻടെക് എന്ന് പറയുന്ന ഷെയർ, മൈൻടെക് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി നമ്മളിവിടെ എൻട്രി എടുത്തു. 116-17 റേഞ്ചിൽ എൻട്രി എടുത്താൽ
309, 302 വരെ വന്നു. വീണ്ടും കയറി ആവറേജിന് പോയെന്ന് തോന്നുന്നു. തിരിച്ച് വീണ്ടും 302 വന്നു. 2-3 പ്രാവശ്യം. ഒരു പ്രാവശ്യം നമ്മൾ ഈ ലെവലിൽ പോയിട്ട് എടുക്കുക, അതിനുശേഷം ആവറേജ് വരുമ്പോൾ നമുക്ക് വീണ്ടും ചാൻസ് എടുക്കാം. പക്ഷെങ്കിൽ ഈ ഹൈയുടെ മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കണം. ഇത് നമുക്ക് 317 302 വരെ നല്ല ചാൻസ് 15 രൂപയ്ക്ക് എടുത്ത് തരുന്നുണ്ട്. പിന്നെ ISGEC എന്ന് പറയുന്ന ഷെയർ, ISGEC ഓപ്പണിംഗ് ഫ്ലാറ്റ് വന്നു. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇവിടെ ഇറങ്ങി നമ്മൾ എൻട്രി എടുക്കുക. 1014 റേഞ്ച് എൻട്രി എടുത്താൽ 986 വരെ കിട്ടുന്നുണ്ട്. ഏകദേശം 27-28 രൂപ പ്രോഫിറ്റ് അതിനകത്ത് വരുന്നുണ്ട്. അതിനുശേഷം ഹിന്ദു ഓയിൽ എക്സ്പ്ലോറേഷൻ, ഇത് കണ്ടില്ലേ, ഇത് രണ്ടും അടുത്തടുത്താണ്. ഞാനെപ്പോഴും ഇത് പറയാറുണ്ട്, ഈ അടുത്തടുത്ത് വരുന്നത് രണ്ടും കട്ട് ചെയ്ത് താഴെ പോയെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഇവിടുന്ന് എടുക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിലും എടുക്കാം. എവിടുന്ന് എടുത്താലും നമുക്ക് ഒരു മോശമില്ലാത്ത പ്രോഫിറ്റ് കിട്ടും. ഇതിനകത്ത് 4 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ലിഖിത എന്ന് പറയുന്ന ഷെയർ, ലിഖിത പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി. ഇവിടെ നമ്മൾ 287 എടുത്താൽ നമുക്ക് 282, 277 ഇവിടുന്ന് 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കിയിരുന്ന് ചെയ്താൽ നല്ല രീതിയിൽ കിട്ടും. അഥവാ ചില ഷെയറിനകത്ത് ഹെവി മൂവ്മെൻറ്റ് കണ്ട ഒരു പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് അടിച്ച് 2ാം പ്രാവശ്യം നമുക്ക് ചാൻസ് വരുമ്പോൾ എൻട്രി എടുക്കണം. പക്ഷേങ്കിൽ 2ാം പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ കഴിവതും ചെയ്യാതിരിക്കുക. അപ്പോൾ ഓരോരുത്തരുടെ കപ്പാസിറ്റി അറിയാമല്ലോ, അവരുടെ അതിൻ്റെ അനുസരിച്ച് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹൈ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം, ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അനുസരിച്ച് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ദിവസത്തേനുള്ള കാര്യങ്ങൾ, ഷെയറുകൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ ഷെയറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സെൻഗോ പ്രത്യേകം ശ്രദ്ധിക്കുക, വാബാഗ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും നല്ല ചാൻസുകൾ ഇതിനകത്തായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ വ്യാഴാഴ്ച എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.